തള്ളമാരെ സഹിക്കത്തില്ല ഒരു ബുദ്ധിമുട്ട്. അത്രയ്ക്കായിട്ട് എന്റെ കൊച്ചിനെ ചെയ്യുന്ന ഒരു കൂട്ടുകാരില്ല, ഒരു കഞ്ചാവിന് ഇതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് എന്റെ കൊച്ചിനെ കൊല്ലാൻ ചെയ്യുന്നത്. അതായത് പിന്നെ മയക്കുമരുന്ന് നടക്കുന്ന ആരെയും പെണ്ണിന് ഇറങ്ങി നടക്കണം. സ്വാതന്ത്ര്യമായി അവന്മാരുടെ മുമ്പിൽ സ്വാതന്ത്ര്യം കിടക്കണം. എനിക്ക് അപ്പൊ ജീവിക്കുകയും വേണം. എന്റെ ഭർത്താവിനെ എന്റെ കൊച്ചുങ്ങളെ എന്നെ അനാവശ്യങ്ങളാണ്. കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി വീട്ടിലേക്ക് പോയ യുവാവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതി. അഞ്ചൽ പഞ്ചായത്തിലെ അഗസ്ത്യകോട് പാറവിള വാർഡിലെ താമസക്കാരനായ അനന്തുവിനാണ് മർദ്ദനമേറ്റത്. ഈ വാർഡിലെ തന്നെ താമസക്കാരനായ യുവാവാണ് അനന്തുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ മകനെ മർദ്ദിച്ചതെന്ന് പോലീസ് അന്വേഷിക്കണമെന്ന് അനന്തുവിൻ്റെ മാതാവ് അനിത ആവശ്യപ്പെട്ടു. ഒറ്റ കാരണവുമില്ല. എന്താ കാര്യം തെളിയണം. തെളിയിച്ച് തന്നില്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ഒരു വിശേഷവും ഇല്ല. എന്റെ കൊച്ചുങ്ങൾ എന്റെ ഭർത്താവിനെ വീട്ടിൽ കയറി കൊല്ലുമെന്ന് പറഞ്ഞതിന് കാരണം എന്ത്? ഒരു വീടിയാണോ? എനിക്കത് അറിഞ്ഞാൽ മതി. എന്റെ കൊച്ചിനെ അടിച്ചിട്ട് എന്തിനിങ്ങനെ പറഞ്ഞ് വീട്ടിൽ കയറി കൊല്ലും എന്നുള്ള ഭീഷണി എന്തിന് തന്ന്? എനിക്കത് മാത്രം അറിഞ്ഞാൽ ഞാൻ ഇതിന്റെ പിന്നിൽ കളിക്കുന്നു. അതിനെ അവരെ അറിയണം. ഇതിന്റെ രഹസ്യം എന്ത്? മയക്കുമരുന്നാണോ, പൊടിമരുന്നാണോ, ചാരായമാണോ, എന്തുവാണ്? എനിക്കത് കിട്ടണം. എന്തിനാ ഞങ്ങളെ രോഗിക്കുന്നത്? ഞങ്ങൾ ആരുടെ പിറ്റി ഒന്നിനും പോകുന്നില്ല. പിന്നെ എന്തിന് ഞങ്ങൾ എങ്ങനെ രോഗിക്കുന്നത് ഞങ്ങൾക്ക് അറിയണം. എന്തിന്? കൊച്ചുങ്ങളെ വളർത്താൻ സമ്മതിക്കത്തില്ലയോ? അതോ ഞങ്ങളെ കൊല്ലാനാണോ പ്ലാനെന്ന്? കാരണം എന്താണ്? കണ്ടുപിടിച്ച് തന്നേ പറ്റൂ. ഞാൻ ജോലി കഴിഞ്ഞിട്ട് അഗസ്ത്യക്കോട് ബസ്സിലൊന്ന് ഇറങ്ങുകയാണ്. സമയം എന്ന് പറയുന്നത് കൃത്യമായി 7:16 അഗസ്ത്യക്കോട് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. 7:16 വന്ന് ഞാൻ കോളിൽ നിന്നാണ് വന്നത്. എൻ്റെ അനിയനെ കോളിൽ നിന്നാണ് വന്നത്. അപ്പോൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ 3 വണ്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. 3 വണ്ടിയുടെ പുറത്താണ് ഈ 3 വ്യക്തികളാണ് ഉണ്ടായിരുന്നത്. അത് ഒരാളാണ് എന്നെ അടിച്ചത്. ഈ പുള്ളി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് സൈഡോട് പിടിച്ചോണ്ട് പോയി. പിടിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു, നീ എവിടുത്തെയാണ്? നീ നാട്ടുകാരനല്ലല്ലോ, നീ എവിടുത്തെയാണെന്ന് ചോദിച്ചു. അപ്പോൾ സൈഡിൽ നിൽക്കുന്ന 2 പേര് പറഞ്ഞു, അവനെ വിട്, അവൻ ഇവിടുത്തെ പയ്യനാ എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെ അവിടെ സൈഡിലൊരു റോഡുണ്ട്, ഒരു ഇടവിട്ട റോഡ്, അവിടെ ഇരുട്ടാണ്. അപ്പോൾ അങ്ങോട്ട് നീ വാ, അങ്ങോട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴുത്തിൽ പിടിച്ച് കഴുത്തിൻ്റെ കൈ കൊണ്ട് പിടിച്ചതിൻ്റെ പാടാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ കൈ പിടിച്ച് തിരിക്കുകയാണ് ഉണ്ടായത്. കൈ പിടിച്ച് തിരിച്ചതിൻ്റെ ഇതിൻ്റെ എല്ലാം വീഡിയോ അവിടെ തൊട്ടടുത്ത് കടയിലെ CCTV നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നതാണ് പറയുന്നത്.